ചെടികൾക്ക് വളം നൽകുന്നത് അവയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. ശരിയായ രീതിയിൽ വളം ചെടികൾക്ക് നൽകിയാൽ ആവശ്യമായ പോഷകങ്ങൾ കിട്ടുകയും അവ മികച്ച തരത്തിൽ പൂവിടുന്നതിനും കായ്ക്കുന്നതിനും ഗുണം ചെയ്യും. ചാണകം, കമ്പോസ്റ്റ്, എല്ലുപൊടി തുടങ്ങിയ തരം ജൈവവളങ്ങളാണ് വീടുകളിൽ നമ്മൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. ജൈവവളങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും ഉള്ളത്. കാരണം മറ്റൊന്നുമല്ല, ജൈവവളങ്ങൾ ഉപയോഗിച്ചാൽ മികച്ച വിളവ് ലഭിക്കും എന്ന് മാത്രവുമല്ല, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നില്ല എന്നതു തന്നെയാണ്. കൃഷിക്ക് ആവശ്യമായ മികച്ച ജൈവവളങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിൽ പാഴാക്കി കളയുന്നവ ഉപയോഗിക്കുന്നതാണ്. കുറഞ്ഞ ചിലവിൽ മണ്ണിന്റെ ഫലപുഷ്ടി കൂട്ടാൻ നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തരാം. വീട്ടിൽ ചെറിയ പച്ചക്കറി കൃഷി, അതുമല്ലെങ്കിൽ പൂച്ചെടികൾ ഒക്കെ വാടുന്നുണ്ടെങ്കിൽ ഇനി പറയുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ 100% ഫലം ഉറപ്പാണ്. ചെടികളുടെ ആരോഗ്യം കൂട്ടാനും മികച്ച വിളവ് ലഭിക്കാനും ഇത് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. കോഴിമുട്ട കൊണ്ടുള്ള വഴികളാണ് മികച്ച രീതിയിൽ വിളവ് ലഭിക്കാൻ സഹായിക്കുന്നത്. എങ്ങനെയാണ് ഈ കോഴിമുട്ട ചെടികൾ നല്ല രീതിയിൽ വളരുന്നതിനും അതുപോലെ തന്നെ കായകൾ ഉണ്ടാകുന്നതിനുമൊക്കെ ഉപയോഗിക്കേണ്ടത് എന്നുകൂടി നോക്കാം. വിവിധ രീതികളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും ഈ രീതികളൊക്കെ വീട്ടിൽ ചെയ്തു നോക്കാൻ ശ്രമിക്കണം. റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഈ കോഴിമുട്ട പൊട്ടിക്കാതെ തന്നെ ചട്ടിയിൽ കുഴിച്ചിടുക എന്നുള്ളതാണ്. അതിനു മുകളിൽ നമ്മൾ ചെടി നടുക. പൂച്ചെടിയോ നമുക്ക് പച്ചക്കറി തൈയോ ഇതിനു മുകളിൽ നടാവുന്നതാണ്. പ്രധാനമായും കോഴിമുട്ടയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം ചെടി വളരുന്നതിന് സഹായിക്കുന്നു. ഇങ്ങനെ ചെയ്ത ശേഷം 3 ആഴ്ചയ്ക്ക് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ആവുന്നത് വഴി ചെടികൾക്ക് നല്ലൊരു വളമായി മാറും. അതിനാൽ നടുന്ന ചെടികൾ നന്നായിട്ട് വളരുന്നത് നമുക്ക് ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, കാൽസ്യത്തിന്റെ കുറവ് മൂലം ഈ തക്കാളി ചെടിയിൽ കണ്ടുവരുന്ന ബ്ലോസം എൻഡ്രോട്ട്, അതായത് ഉണ്ടായി വരുന്ന തക്കാളിയുടെ അടിഭാഗത്തായിട്ട് ഒരു ചീഞ്ഞ രീതിയിൽ കാണപ്പെടുകയും പിന്നെ ഈ തക്കാളി മൊത്തമായി നശിച്ചു പോകുന്ന ഒരു അവസ്ഥ, ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ കോഴിമുട്ട പ്രയോഗത്തിലൂടെ സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ കാൽസ്യം ഇതുവഴി ചെടി വലിച്ചെടുക്കുന്നതിലൂടെ തക്കാളി ചെടികളിലെ ഈ പ്രശ്നം പൂർണ്ണമായും ഒഴിവായി കിട്ടും. പച്ചക്കറി ചെടിയിൽ മാത്രമല്ല, പൂച്ചെടികളിലും നമുക്ക് ഈ രീതി ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രയോഗത്തിലൂടെ നല്ല രീതിയിൽ ചെടികൾ വളരുകയും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പല വീട്ടമ്മമാരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. പലരും ചെയ്തു നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ, നല്ല മാറ്റമുണ്ടായ ഒരു രീതി കൂടിയാണ്. 3 ആഴ്ചയാണ് റിസൾട്ട് കിട്ടാൻ എടുക്കുന്ന സമയം. അതുവരെ എല്ലാവരും ക്ഷമയോടെ ഇരിക്കണം. അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു മാറ്റം കാണാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മുട്ടത്തോടുകൾ ചെടികളുടെ വേരുകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. കോഴിമുട്ടയുടെ തോടിൽ പലതരത്തിലുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, നൈട്രജൻ, ബോറിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് മണ്ണിന്റെ ഫലഭൂഷ്ഠ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. നമ്മുടെ വീട്ടിൽ മുട്ട ഉപയോഗിച്ചതിന് ശേഷമുള്ള അതിൻ്റെ തോട് നമുക്കിനി വലിച്ചെറിയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പച്ചക്കറി ചെടികളുടെ അതുപോലെ പൂച്ചെടികളുടെയും ഒക്കെ ചുവട്ടിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇത് വളരെ നല്ലതാണ് ചെടികൾക്ക്. ഈ ഒരു രീതിയിൽ ചെയ്താലും നമ്മുടെ പച്ചക്കറി ചെടിയാണെങ്കിലും പൂച്ചെടിയാണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ അത് വളരുകയും നല്ല രീതിയിൽ അത് കായ്ക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. മുട്ടത്തോട് വെറുതെ നമ്മൾ ചട്ടിയിൽ ഇടാതെ ഒന്ന് മണ്ണൊക്കെ ഇളക്കി ചേർക്കുന്നത് കൂടുതൽ നല്ലതാണ്. വളരെ വേഗം ഇതിലെ കാൽസ്യം ചെടികൾ ആഗിരണം ചെയ്യാൻ ഇത് സഹായിക്കും. എത്ര മുട്ടത്തോടുകൾ ഈ രീതിയിൽ ഒരു ചെടിയിൽ ഇടാമെന്ന് കൂടി നോക്കാം. 1 മുതൽ 5 കോഴിമുട്ടകളുടെ തോട് ഈ രീതിയിൽ ചെടിക്ക് ഇടാവുന്നതാണ്. നമ്മളിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആ മുട്ടയുടെ തോട് ഇനി നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇത് നല്ല രീതിയിൽ നമുക്ക് ചെടികൾക്ക് വളമായി ഉപയോഗിക്കാം. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഈ കോഴിമുട്ടയുടെ തോട് നമുക്ക് നല്ല രീതിയിൽ പൊടിച്ചിട്ട് ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഇതും വളരെ എഫക്റ്റീവായൊരു മെത്തേഡാണ്. മിക്കവരും ഇത് ചെയ്തു നോക്കി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കോഴിമുട്ടയുടെ തോട് പൊടിച്ച മണ്ണിൽ ഇളക്കി കൊടുത്താൽ മതിയാകും. വളരെ പെട്ടെന്നുള്ള റിസൾട്ട് ചെടികളിൽ കാണാൻ സാധിക്കും. ചെത്തി, റോസ് തുടങ്ങിയ ചെടികളുടെ ഇലയിൽ കാണുന്ന മഞ്ഞളിപ്പ് മാറാനുള്ള പൊടിക്കൈ കൂടിയാണിത്. അതുപോലെ എക്സൽ ടീ ഉണ്ടാക്കി അത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും മറ്റൊരു രീതിയാണ്. ഈ ഒരു രീതിയും വളരെ മികച്ചതാണ്. ഇനി ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം.
ഇത് ഉണ്ടാക്കാനായി 5 കോഴിമുട്ടയുടെ തോട് ആവശ്യമാണ്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചാണ് ആവശ്യമായ മിശ്രിതം ഉണ്ടാക്കേണ്ടത്. ഇത് തിളപ്പിച്ച ശേഷം തണുക്കാനായി നമുക്ക് ഒരു ദിവസം മാറ്റിവെക്കാം. അടുത്ത ദിവസം ഇത് എടുത്ത് നമുക്ക് വീട്ടിൽ സ്പ്രേയർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ മിശ്രിതം ആക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് തളിച്ചു കൊടുക്കാം. ഇനി വീട്ടിൽ സ്പ്രേയർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട. സ്പ്രേയർ ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ രീതിയും ചെടികൾ വളരെ വേഗം വളരാനും നിറയെ കായ്കൾ ഉണ്ടാവാനും സഹായിക്കുന്ന ഒരു വഴിയാണ്. ഈ രീതികളെല്ലാം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ രീതികൾ ചെയ്തു നോക്കി റിസൾട്ട് കിട്ടിയവരും ഈ വീഡിയോ കണ്ട് ഇതിന് ശേഷം ഇത് ചെയ്തു നോക്കി റിസൾട്ട് കിട്ടിയവരും ഇതിന് താഴെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം നല്ല നല്ല ടിപ്സുകൾ ഇനിയും കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്.